വിശ്വാസത്തെ നന്നാക്കലാണ്. നമ്മുടെ സൃഷ്ടിച്ചിട്ടുള്ള സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ നാം ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, അവന്റെ പേരിൽ മാത്രമേ ബലിയർപ്പണം നടത്താവൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. എന്താണ് കാരണം? എന്താണ് കാരണം? എല്ലാവരെയും അറിയാവുന്ന നാഥൻ, എല്ലാം കേൾക്കുന്ന നാഥൻ, എല്ലാവരെയും കാണുന്ന നാഥൻ, എല്ലാ കാര്യങ്ങളും അറിയുന്ന നാഥൻ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിവുള്ള നാഥൻ. എങ്ങനെയുള്ളവര് പ്രപഞ്ചത്തിൽ ആ നിലക്ക് കഴിവുള്ള ഒരൊറ്റ നാഥനേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈ സത്യമാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് അവർക്കേറെ പ്രതിസന്ധികൾ ഉണ്ടായത്. ജനം അവരെ തെറ്റിദ്ധരിക്കുകയാണ്, ജനം അവരെ വളരെ മോശമായ നിലക്കാണ് കണ്ടത്. വാസ്തവത്തിൽ മനുഷ്യന്റെ മോചനത്തിന്റെ മന്ത്രവുമായി ഏറ്റവും നല്ല കാര്യങ്ങളുമായി വന്ന മഹാന്മാരായ ദൂതന്മാരെ ജനങ്ങൾ ആദരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ജനങ്ങളിൽ നിന്ന് പീഡനങ്ങളാണ് പ്രവാചകന്മാർക്കഖിലം ലഭിച്ചിട്ടുള്ളത്. അത് ഈ മഹത്തായ ഒരു സത്യം ജനങ്ങളുടെ കാതുകളിൽ എത്തിയപ്പോൾ അത് അവരെ വിമർശിക്കുകയാണെന്നവർക്ക് തോന്നിയതുകൊണ്ടാണ്. വാസ്തവത്തിൽ അത് അവരെ വിമർശിച്ചതല്ല. ഒരു സത്യം, അവരുടെ മോക്ഷത്തിന്റെ മാനദണ്ഡം അവരോട് കൃത്യമായി പ്രവാചകന്മാർ സ്നേഹമായ നിലക്ക് തന്നെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ പ്രബോധകന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഈ ദൗത്യമാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മഹാന്മാർ ഒട്ടേറെയുണ്ട്, മഹദികൾ ഒട്ടേറെയുണ്ട്, അമ്പിയാക്കൾ ഒരുപാട് കഴിഞ്ഞുപോയിട്ടുണ്ട്, ഔലിയാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, സിദ്ദീഖീങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, ശുഹദാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാവരും മഹാന്മാര് തന്നെയാണ്. പക്ഷേ അവരൊക്കെയും സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, ഒരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് ചെയ്തുകൂടാ, ഒരു സൃഷ്ടിക്ക് വേണ്ടിയും നേർച്ച വഴിപാട് അർപ്പിച്ചുകൂടാ, ഒരു സൃഷ്ടിയുടെ പ്രീതിക്ക് വേണ്ടിയും ബലിയർപ്പണം നടത്തിക്കൂടാ, ഒരു സൃഷ്ടിയുടെ പേരിലും സത്യം ചെയ്തുകൂടാ. അതൊക്കെയും ആരാധനയുടെ വിവിധ ഭാഗങ്ങളാണ്. അതൊക്കെയും തിരിക്കേണ്ടത് ഇലാഹായ അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു സത്യത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചുപോയി. അല്ലാഹുവിനെ പോലെ കേൾക്കാനും കാണാനും അറിയാനും കഴിവുമൊക്കെയുള്ള ആളുകളുണ്ടെന്നവർ വിചാരിച്ചു. അങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കേണ്ട സംഗതികൾ അവർ സൃഷ്ടികളോട് ചോദിക്കാൻ തുടങ്ങി. രോഗശമനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു സൃഷ്ടികളോട്, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സൃഷ്ടികളോടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സന്താനലബ്ധിക്ക് വേണ്ടി സൃഷ്ടികളോടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പൂവണിയാൻ, പലവിധത്തിലുള്ള മോഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അവർ സൃഷ്ടികളോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന, സൃഷ്ടികളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവായ ഖാലിഖായ റബ്ബുൽ ആലമീൻ അവനിലേക്ക് മാത്രം ആരാധനയുടെ എല്ലാ അംശങ്ങളെയും തിരിക്കണം. ഇതാണ് മാനവമോചനത്തിന് സൃഷ്ടാവ് നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ കാതലായത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടങ്ങളിലും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ അതാ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ, അവർ രോഗശമനത്തിന് വേണ്ടിയും അതേപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും മഹാത്മാക്കളെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സൃഷ്ടിയായ ഒരു മനുഷ്യനോട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു രൂപം നോക്കൂ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അൻത വാഫി അൻത കാഫി ഫീ മുഹിമ്മത്തിൻ വശാഫി മിൻ മദറത്തിൻ വമാഫി നസയ്യിദ് ഇബ്രാഹിം ഗൗതി മിൻ അദാ വമിൻ സിഖാമി മിൻ അമാ വമിൻ ജുദാമി മിൻ ഹുമ്മാ ومن سمومي يا سيد إبراهيم غوثي
ഏർവാടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു പ്രദേശത്ത് മറവിട്ട് കിടക്കുന്ന ഇബ്രാഹിം ബാദിഷാ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയോട് അവരെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങളാണ് എനിക്ക് മതിയായ ആള്, എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും എനിക്ക് മതിയായത് അങ്ങയാണ്. അതേപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ പ്രതിസന്ധികളിലും എനിക്ക് തുണ അങ്ങാണുള്ളത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളില്ലെന്ന്, രോഗങ്ങളില്ലെന്ന്, അന്ധതയില്ലെന്ന്, കുഷ്ഠവും അതേപോലെ തന്നെ വെള്ളപ്പാണ്ടുമൊക്കെയുള്ള രോഗങ്ങളില്ലെന്ന്, അതുപോലെ പനിയില്ലെന്ന്, മറ്റു വിഷ ജന്തുക്കളില്ലെന്ന്, എല്ലാ കാര്യങ്ങളില്ലെന്നും അങ്ങയോട് ഞാൻ സഹായം ചോദിക്കുന്നു, അഭയം തേടുന്നു എന്ന അർത്ഥത്തിലുള്ള വരികളാണ് നിങ്ങൾ ഈ കേട്ടത്. ആ രൂപത്തിൽ ധാരാളം ധാരാളം പ്രാർത്ഥനകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, ബഗ്ദാദിൽ കിടക്കുന്ന, ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ജീലാനിയെ വിളിച്ചുകൊണ്ടും പറയുന്നു, യാ സാഹിബൽ ബഗ്ദാദി കുൻ ലീ നാസിരി യാ മത്ലബൽ ഹാജാതി അബ്ദൽ ഖാദിരി ലിശദാഇദിദ് ദുനിയാ വയൗമിന്ന وذخيرة لي خير ذخر الداخري. ബഗ്ദാദിൽ കിടക്കുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് സഹായത്തിന് തേടുകയാണ്. ആവശ്യങ്ങൾ എനിക്ക് നിവർത്തിച്ചു തരണേ എന്ന് തേടുകയാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രതിസന്ധികളിൽ അങ്ങെനിക്ക് തുണയാകണം എന്ന് വിളിച്ചു തേടുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതൊക്കെ ധാരാളക്കണക്കിന് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ നിന്ന് ഒന്നോ രണ്ടോ സാമ്പിളുകൾ മാത്രമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതിലൊക്കെയും അപകടങ്ങൾ ഉള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയേണ്ടുന്ന കാര്യങ്ങൾ അതാ ഈ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അവരുടെ മരണാനന്തരം അവരോട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ വിളിക്കുന്നവനെ കാണുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വിളിക്കുന്നയാളുടെ ശബ്ദം ലോകത്തിന്റെ എവിടെ നിന്നാണെങ്കിലും അവർ കേൾക്കുന്നു, അവരെയെല്ലാം അറിയുന്നു. അവർക്ക് അല്ലാഹു അതിനൊക്കെ നമുക്ക് പരിഹാരം തരാൻ വേണ്ടി അവർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, പലരോടും നാം പറയുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ പോലെ ഇവർക്ക് കാണാനും കേൾക്കാനും അറിയാനുമൊക്കെ കഴിവുണ്ട് എന്ന നിലക്കല്ലേ നിങ്ങൾ അവരെ ഈ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു പൊറുക്കാത്ത ശിർക്കാണെന്ന് പറയുമ്പോ അവർ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഞങ്ങളിൽ എങ്ങനെയാണ് ശിർക്ക് വരിക? കാരണം ഞങ്ങൾ ഈ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അവരോട് ചോദിക്കുന്നതുമൊന്നും അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല. അല്ലാഹുവിനാണ് എല്ലാ കഴിവും ഉള്ളത്. അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുള്ള കഴിവുകളിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ കാണാൻ അവർക്ക് അള്ള കഴിവ് കൊടുത്തതാണ്, ഞങ്ങളുടെ വിളി കേൾക്കാൻ അള്ള അവർക്ക് കഴിവ് കൊടുത്തതാണ്, ഞങ്ങളെപ്പറ്റിയുള്ള അറിവ് നേടാൻ അള്ള അവർക്ക് കഴിവ് കൊടുത്തതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താനും കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തതാണ്. അവർക്ക് സ്വന്തമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ അത് തെറ്റും ശിർക്കുമായി തീരുകയുള്ളൂ എന്നാണ് പറയാറുള്ളത്. എന്നാൽ സഹോദരന്മാരെ, അത് അബദ്ധമാണ്. കാരണം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രബോധനം നടത്തിയ മക്കയിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ അവരും അംഗീകരിച്ചതാണ് അല്ലാഹുവിനാണ് എല്ലാ കഴിവുമുള്ളതെന്ന്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, അതേപോലെയുള്ള അവരുടെ ഏത് വിഗ്രഹങ്ങളുണ്ടോ അവരെക്കുറിച്ചൊക്കെ അവർ വിശ്വസിച്ചത് അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്നല്ല, മറിച്ച് അല്ലാഹു കൊടുത്ത കഴിവാണ് അവർക്കൊക്കെയുള്ളത് എന്നാണ് അവർ തന്നെ വിശ്വസിച്ചത് എന്ന് അവർ പോലും ഹജ്ജിന്റെ അവസരത്തിൽ ഉരുവിടാറുണ്ടായിരുന്ന തെൽബിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അവരുടെ തെൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മുശ്രിക് ചൊല്ലിയ തെൽബിയത്താണ് നിങ്ങൾ ഈ കേട്ടത്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവൻ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല. പിന്നെ പറയുന്നത് നോക്കൂ, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്, തംലികുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമയാക്കുന്നത്, മലക്ക, ആ പങ്കാളി വല്ലതും ഉടമയാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ ഞങ്ങൾ വിശ്വസിക്കുന്ന നിന്റെ ചില പങ്കുകാരെ കുറിച്ച് ഞങ്ങളുടെ വിശ്വാസം അവർക്ക് നിന്നെപ്പോലെ സ്വന്തമായി കഴിവുണ്ട് എന്നല്ല, മറിച്ച് നീ അവർക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും യഥാർത്ഥത്തിൽ ഉടമ നീ മാത്രമാണ്. അവർക്ക് കിട്ടിയ കഴിവുകളുടെയും ഉടമ നീയാകുന്നു. അപ്പൊ നീ കൊടുത്ത കഴിവുകളുള്ള ചില ശക്തികളിൽ, ചില വ്യക്തികളിൽ, ചില പങ്കാളികളിൽ, ചില ശരീക്കിൽ ആണ് ഞങ്ങൾ
വിശ്വസിക്കുന്നത് എന്നാണ് അറേബ്യൻ മുശ്രിക്കുകൾ വരെ അവരുടെ തെൽബിയത്തിൽ ചൊല്ലിയത്, ഉരുവിട്ടത് എന്ന് സ്വഹീഹായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ത്? അവരും വിശ്വസിച്ചത്, ആ വിശ്വാസത്തിൽ തകരാറ് വരാൻ കാരണം അള്ളാഹുവിനെ പോലെ സ്വതന്ത്രമായി കഴിവുള്ള മറ്റൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു കൊടുത്താതെ കഴിവുകൾ തന്നെയാണെന്ന് വിശ്വസിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീണ്ടും വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്.